ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. വ്യത്യസ്തമാർന്ന ഒട്ടകങ്ങളെയൊക്കെ വളർത്തുന്ന ഒരു അടിപൊളി ഫാമാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഒട്ടകങ്ങൾ മാത്രമല്ല, നിറയെ ആടുകളും അതേമാതിരി തന്നെ കോഴികൾ, പശുക്കൾ, പിന്നെ അറേബ്യൻ ഒറിക്സ് ഇനത്തിൽപ്പെടുന്ന മാൻ്റെ വേറിനം. അതുപോലെ തന്നെ എനിക്ക് വ്യത്യസ്തത തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ മരുഭൂമിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. അപ്പോൾ കിണറിനെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ നല്ല കാറ്റായിരിക്കും. അപ്പോൾ ആ കാറ്റിന് നല്ല പൊടിയുടെ പ്രശ്നം പിന്നെ കൂടുതലായിരിക്കും. അപ്പോൾ അവർ പറയുക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുമ്പോൾ അത്യാവശ്യം മൈൻഡൊക്കെ ഫ്രഷ് ആവും, നല്ല റിലാക്സ് ആയിട്ടൊക്കെ പോകാൻ പറ്റുമെന്നൊക്കെയുള്ള ചർച്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒട്ടകത്തിൻ്റെ വീഡിയോയിലേക്കാണ് ഇപ്പോൾ ആദ്യം പോകാൻ പോകുന്നത്. अस्सलाम वालेकुम। वालेकुम सलाम, क्या हाल है? ठीक है सर, ठीक है, अल्हम्दुलिल्लाह अल्हम्दुलिल्लाह। क्या हाल है, कैसे हो? ठीक है सर, ठीक है, अल्हम्दुलिल्लाह, माशाल्लाह। ओके भाई, हाँ जी, हाँ भाई, हाँ ये किधर का था? इसका ये रूस का है, रूस। हाँ, रूस हो, क्या नाम है? रूसिया। रूसिया। ഈ ഫാമിൽ തന്നെ ഏറ്റവും അടിപൊളി അഴകുള്ളൊരു ഒട്ടകമാണ് ഇത്. അപ്പോൾ ഈ ഒട്ടകത്തിനെ തന്നെ മംഗോളിയൻ ഒട്ടകമെന്നും അറിയപ്പെടുന്നുണ്ട്, 2 കൂനുള്ള ഒട്ടകമെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ആൾ വളരെ ശാന്തനായിട്ടുള്ള ഒട്ടകമാണ്. സാധാരണഗതിയിൽ അങ്ങനെ അഴിച്ചു വിട്ടാൽ തന്നെയും ഫ്രണ്ടിലെ മുൻകൈകളൊക്കെ പിടിച്ച് കെട്ടിയേക്കും ഒട്ടകത്തിൻ്റെ, കൂടുതലായിട്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും. അധികം അക്രമമുള്ളവരെയൊക്കെ വളരെ നെറ്റിൻ്റെ കൂട്ടിലൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഇതിനെ യാതൊരു പ്രശ്നമില്ലാതെ അവിടെ തന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നൊരു ഒട്ടകമാണ് ഇത്. അതേമാതിരി തന്നെ സാധാരണഗതിയിൽ ഈ 2 കൂമ്പുള്ള ഒട്ടകങ്ങളെ നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനെ കാണാറില്ല. അതുപോലെ നല്ല രോമങ്ങളൊക്കെ ആയിട്ട് അടിപൊളി അഴകുള്ളൊരു ഒട്ടകമായത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓരോ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പം ഒട്ടകങ്ങളെ ഇവർ ഇവിടെ വിളിക്കപ്പെടുന്നത്. അതായത് ഒമാൻ്റെ നിന്നും കുവൈറ്റിൻ്റെ നിന്നും സൗദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഒട്ടകത്തിനെ പേര് വിളിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒമാൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ഒട്ടകമായത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ടെന്നാണ് ഇസാഖ് ഭായ് പറഞ്ഞത്. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള ഇസാഖ് ഭായ് ഉണ്ട്, അതുപോലെ തന്നെ സുലൈമാൻ ഭായ് ഉണ്ട്, അവരുടെ ബാവ ഉണ്ട്, നമ്മൾ മുമ്പ് കണ്ടേ. അപ്പം ഒമാൻ്റെ ഈ ഒരു ഒട്ടകമുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു ഇതെന്ന് പറഞ്ഞാൽ, കൊണ്ട് ഒട്ടകത്തിന് ഏകദേശം 6 മാസം കഴിയുമ്പോൾ തൊട്ട് തന്നെ ട്രെയിൻ ചെയ്ത് തുടങ്ങും ചെറിയ ഒട്ടകങ്ങളെ. അതിനുശേഷം അതൊരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ ക്യാമൽ റേസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിവിടെ UAE ഭയങ്കര മത്സരമാണ് അത്. അപ്പോൾ അതിനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരെ നന്നായിട്ട് പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അക്രമകാരികളായിട്ടുള്ള ഒട്ടകങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒട്ടകങ്ങളെയൊക്കെ ഒരു നെറ്റിൻ്റെ കൂട്ടിലായിട്ടാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുൻകൈകൾ പിടിച്ചിങ്ങനെ കെട്ടിയേക്കും. കാര്യം ഇത് ചില സമയങ്ങളിൽ വളരെ വയലൻ്റായിട്ടൊക്കെ പെരുമാറലുമുണ്ട്. അപ്പോൾ അവർ തീറ്റ കൊടുക്കുന്നവർ മാത്രമേ അടുത്ത് പോകാറുള്ളൂ. അതുപോലെ തന്നെ ഇതിനെ ദൂരെയായിട്ടൊക്കെ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് കൈകൾ പിടിച്ച് കെട്ടിയേക്കും. ഇത് സൗദി അറേബ്യയുടെ ഒട്ടകമാണെന്നാണ് പറഞ്ഞത്. സൗദി അറേബ്യയുടെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒട്ടകം. ഈ ബ്ലാക്ക് ഒട്ടകത്തിന് നമ്മളിവിടെ കൂടുതലായിട്ട് ഇങ്ങനെ കാണാനില്ല. ചെറിയ ചെറിയ ഫാമുകളിലൊക്കെ മിക്കവാറും ഒറ്റ കൂനുള്ള ഒരു വൈറ്റ് ഒട്ടകങ്ങളെയൊക്കെ മിക്കവാറും കാണാനുള്ളൂ. ഇത് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒട്ടകം. അപ്പോൾ ഏതായാലും വ്യത്യസ്തമാർന്ന നിറയെ കളക്ഷൻസ് ഉള്ളൊരു ഒട്ടകത്തിൻ്റെ ഫാം തന്നെയാണ് ഇത്. അപ്പം ഇങ്ങനെയുള്ള ഒട്ടകങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പ്രസവിക്കുന്ന ഒട്ടകങ്ങളെ, അതായത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ മാറ്റിയിടാനെ കൊണ്ട് വേണ്ടി വളരെ വൃത്തിയോട് കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച ഒരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. വളരെ വ്യത്യസ്തമാർന്ന കുറേയേറെ ഐറ്റംസ് ഉള്ള ഒരു വലിയൊരു ഫാമായത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഒട്ടകങ്ങൾ പ്രസവിച്ച് കഴിയുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടം കൂടി തന്നെ നടക്കുന്നതായിട്ടാണ് നമ്മളൊക്കെ കാണൽ ഈ വഴികളിലൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ. പക്ഷേ ഈ ഫാമിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒട്ടകങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചാണ് വിട്ടേക്കുന്നത്. അപ്പം വലിയ കമ്പിക്കൂടുകളിലായിട്ട്, അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ചെറിയ ഡാമേജുകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റ് ഒട്ടകങ്ങളുടെ പിന്നെ ചവിട്ടും തൊഴിയൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഇത് സൗദി അറേബ്യയുടെ ഇനത്തിൽപ്പെട്ട ഒട്ടകമെന്ന ആൾ പറഞ്ഞത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്നൊരു ഒട്ടകത്തിൻ്റെ ഫാമും കൂടിയായത്. അതുപോലെ തന്നെ ചെറിയൊരു ഡാമേജ് പറ്റിയ ഒരു ഒട്ടകത്തിന് മരുന്നൊക്കെ തേച്ച് അവരെങ്ങനെ മാറ്റി നിർത്തിയേക്കും. അപ്പോൾ അത് ഏത് സ്ഥലത്താണെന്നൊന്നും ആൾക്കറിയില്ല. അപ്പോൾ ഇത് സാധാരണ കുറച്ച് ഒട്ടകങ്ങളെയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ആയിട്ട് അവർ വിടലുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരത് മരുന്നൊക്കെ വെച്ച് അത്രയും പരിപാലിച്ച് കൊണ്ടുപോകും. അതുപോലെ ഒട്ടകം ഒരാഴ്ച വരെ വെള്ളം കുടിച്ചില്ലെങ്കിലും പാല് തരാനുള്ള കഴിവുണ്ട്.
അപ്പം അങ്ങനെയൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജീവിയും കൂടിയാണ് ഒട്ടകം. ഈ മുൾച്ചെടികളൊക്കെ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിന് മേൽച്ചുണ്ട് രണ്ടായിട്ട് കീറിയൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ അത് ഏത് തരം ഭക്ഷണവും അതുപോലെ മണ്ണിൽ തന്നെ മുട്ടുകുത്തിയിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ യാത്ര കൂടുതലായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അടിപൊളി രസം നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന സൈസിലുള്ള ഒട്ടകങ്ങളും ഉണ്ട് ഇവിടെ. ये वाला बच्चा है, कितना दिन हो गया भाई? इसको तकरीबन हो गया 2 महीना हो गया, 1.5 महीना, 2 महीना हो गया। 1.5 महीना हो गया तक। हाँ, वाइट वाला है भाई, कुछ भी नहीं कर रहा। वाइट है। हाँ, ये सेम इसका होएगा। हाँ, सेम कलर है। സാധാരണഗതിയിൽ ഒട്ടകം കുട്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. സാധാരണ ഒട്ടകം കടിക്കുകയും തൊഴുകയൊക്കെ ചെയ്യുന്നൊരു സമയമായിരിക്കും എൻ്റെ കുട്ടിയെ ആക്രമിക്കാനെന്നുള്ള ചിന്ത വെച്ചിട്ട്. അപ്പം ഇസാഖ് ഭായ് ധൈര്യമായിട്ട് വാന്ന് വിളിച്ചിട്ട് നമ്മളെ ഒട്ടകത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. നല്ല കട്ടി കുറഞ്ഞ രോമം ഇല്ലേക്കാ? ഇതിന്റെ വാലൊക്കെ കണ്ടോ? अरे अरे വളരെ കട്ടി കുറഞ്ഞ നല്ല ചകിരി പൊടിക്കൊണ്ടിരിക്കുന്നു. ये पूरा रेस वाला है। रेस वाला है? हाँ, ये रेस में जाएगा। इसको ना सिस्टम को ये एक साल का होएगा ना, ये तकरीबन 8 महीने में ये रेस में चला जाएगा। हाँ, 8 महीने के बाद लेके जाता है। हाँ, 8 महीने के बाद रेस में चला जाएगा। इसका रेस होएगा। इसका रेस है। वो करता है ഇനി കൂടുതൽ നേരം ആ കൂട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാലെ കൊണ്ട് ചിലപ്പം ഒട്ടകത്തിൻ്റെ കടിയും തൊഴിയൊക്കെ കിട്ടുമെന്ന് മുന്നേക്കൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഇസാഖ് ഭായ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ അവർ ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ പറഞ്ഞ്. അപ്പം നമ്മുടെ നാട്ടിലെങ്ങും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പം വീപ്പയ്ക്കുള്ളിൽ ഈന്തപ്പഴത്തിൻ്റെ കൊതുമ്പൊക്കെ വെച്ചിട്ട് ഈന്തപ്പനയുടെ കൊതുമ്പൊക്കെ വെട്ടുന്നതൊക്കെ വെച്ച് കത്തിച്ചിട്ട് നല്ല ചൂടാക്കിയിട്ട് ഡ്രം റൊട്ടി ഉണ്ടാക്കുന്ന തകൃതി പരിപാടിയിലാണ് ഇവിടെ. അപ്പോൾ അതായത് ഗോതമ്പ് മാവ് നന്നായിട്ട് പരത്തിയതിന് ശേഷം വീപ്പയുടെ മുകളിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ചുട്ടെടുക്കുന്നൊരു മെത്തേഡായത്. അപ്പം ഇതും ചിക്കൻ കറിയാണ് നമ്മളുമായിട്ട് കഴിക്കാൻ പോകുന്നത്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം യുഎയിലൊക്കെ 1 ദിർഹം കൊടുക്കുമ്പം ഇത് പുറത്തൊക്കെ കൂടുതലായിട്ടും കിട്ടും. 1 ദിർഹത്തിന് 2 പേർക്കൊക്കെ മിക്കവാറും കഴിക്കാൻ പറ്റും സാധാരണ ഒരു റൊട്ടിയൊക്കെ. അപ്പം പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ഈ റൊട്ടിയെക്കുറിച്ച്. ഈന്തപ്പഴത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നിറയെ കളക്ഷൻസ് ഉണ്ട്. ഈന്തപ്പഴത്തിൻ്റെ തന്നെ വളരെ വളരെ വ്യത്യസ്തമായ കളക്ഷൻസ് ഈന്തപ്പഴങ്ങൾ ഇഷ്ടം പോലെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തണുപ്പ് സമയങ്ങളിലൊക്കെ അറബികളായിട്ടുള്ള ഇവിടുത്തെ അർബാബിനൊക്കെ വന്നിരിക്കാനായിട്ട് മജ്ലിസ് എന്ന് പറയും, ഇരിപ്പിടമെന്ന് മലയാളത്തിൽ പറയും. അപ്പം അങ്ങനെയുള്ള ചെറിയ ഒരു മാടം പോലെയൊക്കെയുള്ള സെറ്റപ്പുകളൊക്കെ ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് സമയത്തൊക്കെ തീയൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കാനും അപ്പോൾ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ തടിയിലൊക്കെ കടഞ്ഞെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേയേറെ പ്രത്യേകതകളുള്ള കുറേ ഐറ്റംസ് അങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിയറിൻ്റെ ചെറിയ നിറയെ കളക്ഷൻസ് ഉണ്ട് ബിയറിൻ്റെ. ये मेरी माशाल्लाह बहुत अच्छा वाला है। ये पूरा अच्छा वाला है। हाँ, पूरा अच्छा वाला है। ये एक किसी नहीं है, ये बहुत है। हर यानी कि जो भी खाएगा ना, हर आदमी अपना मर्जी खाएगा। വ്യത്യസ്തമാർന്ന കുറേയേറെ ബിയറുകളുടെ നിറയെ കളക്ഷൻസ് ഉള്ള ഒരു ഫാമും കൂടിയത്. അപ്പം ബിയറിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ബിയറിന് ഇവിടെ നമ്മുടെ നാട്ടിലെ പൈസ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം ഒരു 200 രൂപ ഒക്കെ വില വരുന്ന വെറൈറ്റി വ്യത്യസ്തങ്ങളാർന്ന നിറയെ അടിപൊളി ബിയറുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസും കൂടിയുണ്ട് ഇവിടെ. അപ്പം ഞാൻ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കലുണ്ട് ഗൾഫിലെ കൃഷി എങ്ങനെയാണ്, അതായത് ഒട്ടകം മരുഭൂമിയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ എടുത്തിട്ടേക്കുന്നത്. ये मुर्गी है, ये पाकिस्तानी वाला नहीं है। नहीं ये इधर का है। वो पता नहीं कौन सा मुल्क का जो बड़ा है, वो फ्रांस से ना। हाँ, वो बड़ा है। ये वाला इधर का है पूरा। നമ്മുടെ ഇസാക്ക് ദൂരെ നിന്ന് അലിയെന്ന് വിളിച്ചപ്പോഴേ ഓടി 2 പേരും അടുത്ത് വന്നായിരുന്നു. അപ്പോൾ 2 പുതുമുഖങ്ങളെ കണ്ടപ്പോൾ എന്നെ റഫീഖെ കണ്ടപ്പോഴത്തേനത് വന്നപാടെ തന്നെ തിരിച്ചുപോയി. അപ്പം അറേബ്യൻ ഓറിക്സ് ഇനത്തിൽപ്പെടുന്ന മാൻ്റെ ഒരു ഇനമാണിത്. അപ്പോൾ ഇതിൻ്റെ ആണിനെ കാണാൻ നല്ല രസമായിരിക്കും. അതിൻ്റെ കൊമ്പിൻ്റെ മുകളിലായിട്ട് 2 മഞ്ഞയൊക്കെ ഉണ്ട്. അതൊരു ചെറിയ ക്യൂട്ട് ബേബിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം അതിനെ ഇവിടെ ഈ ഫാമിൻ്റെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്ന ഒരു ജീവി കൂടിയായത്. करता है। हाँ, इसका नजदीक नहीं जा सकते। नहीं, हम लोग जाता है। खाना जाना देता है। वो दोस्त काम करता है इधर।
ഈ ഫാമിലെ തന്നെ ഏറ്റവും ടെററായിട്ടുള്ളൊരു ഒട്ടകവും ഏറ്റവും വലിയൊരു ഒട്ടകവും കൂടിയത്. അപ്പം ഇസാഖ് ഭായി മുമ്പേ പറഞ്ഞായിരുന്നു ഈ ഒട്ടകത്തിൻ്റെ അടുക്കലേക്കൊന്നും ക്യാമറയായിട്ട് ചെല്ലരുത്, ഫോണുമായിട്ടൊന്നും ചെല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിച്ചിരി അപകടകരമായിട്ടുള്ള ഒരു ഒട്ടകം കൂടിയാണ്. അപ്പം അതിനെ വളരെ വ്യത്യസ്തനാക്കി മാറ്റി കെട്ടിയേക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കെട്ടി ഫ്രണ്ട് കൈയൊക്കെ കെട്ടി കമ്പിക്കുള്ളിലൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതിനെ നോക്കാനായിട്ട് സുഡാനിയായിട്ടുള്ള ഒരാളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ മുമ്പ് കണ്ടതിൻ്റെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഒരു ഒട്ടകം കൂടെ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ചിന്ന ബേബിയൊക്കെ ഉണ്ട്. ഫുൾ ബ്ലാക്ക് ഒട്ടകം. അത് സൗദി അറേബ്യയുടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യുന്നത് കൂടുതലും തീറ്റ പുല്ലും അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് കൂടുതലും. അത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് ഈ ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. आपका अरबाब क्या अच्छा है? अल्हम्दुलिल्लाह बहुत अच्छा जबरदस्त है। बहुत अच्छा आदमी है. हाँ बिल्कुल। हाँ हाँ भेड़ बोलते हैं इसको। अपना अपना ये है। हाँ क्या नाम? तुर्की दुम्बा है. तुर्की दुम्बा है. हाँ 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 हाँ. इसका नस्ल नीचे एक बड़ा वाला क्या है भाई? हाँ ये इसको जान के तुर्की दुम्बे के नाम से यही मशहूर होता है। हाँ इसको यही बोलते हैं जो मकसद इसको चक्कल है ना पीछे वाला बड़ा वाला इसको तुर्की दुम्बा बोलते हैं। तुर्की दुम्बा बोलता है. लेकिन हर किसी का अपना अपना हिसाब और होता है। मीट में ज्यादा पैसा है. ये बहुत महंगा होता है इधर। बहुत महंगा है. हाँ बहुत महंगा होता है। हाँ हाँ. हाँ ये और नस्ल है उसका और नस्ल। ഒട്ടകം മാത്രമല്ല, നല്ല കിടിലൻ വെറൈറ്റി ആയിട്ടുള്ള കുറേയേറെ ഇനം ആടുകളും ഉണ്ട് ഇവിടെ. അറൂഫ് ഇനത്തിൽപ്പെട്ട ആടുകളെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റഫീഖയുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടൻ ആടുകളുണ്ട്, ചെവി നീണ്ട ജമുനപ്യാരി ഐറ്റം ഒക്കെ ഉണ്ട്. പിന്നെ പുറമേന്ന് രോമമൊക്കെ ആയിട്ട് താഴെ വരെ രോമം നല്ല രീതിയിൽ വളർന്നു കിടക്കുന്ന വ്യത്യസ്തമാർന്ന കുറേയേറെ ആടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെമ്മരി ആടുകളുണ്ട്. ആടുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, നിറയെ പശുക്കളും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആടുകളെയൊക്കെ വളർത്തുമ്പം തീറ്റയൊക്കെ ഇവിടെ നിന്ന് കിട്ടുമെന്ന്. തീറ്റപ്പുല്ലൊക്കെ ഇവിടെ കൃഷി ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ചെമ്മരിയാടിൻ്റെ അടിപൊളി കുട്ടി. കണ്ടില്ലേ, ഇപ്പോഴത്തെ നമ്മുടെ കമ്പനിയായി അയാൾ. അപ്പം അടിപൊളി ഒരു ഫാം ഹൗസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തപ്പം നമ്മുടെ കമ്പനിയാണ്. ഇതാണ് നമ്മുടെ കൂടെ തന്നെ നടന്നത്. കുറേയേറെ ഇനം പശുക്കളുണ്ട്, നല്ല കാളകളുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫാം നടത്തുന്ന അർബാബിനെ കുറിച്ച് അവർക്ക് അത്രയും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച്. ആ പുള്ളിയുടെ മനസ്സിലെ കൃഷിയോടുള്ള താല്പര്യം എന്തെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തത തോന്നിയെന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മണ്ണിനകത്ത് അങ്ങനെ സാധാരണ കിണറൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. അപ്പം ഇവിടെ ഒരു കിണറും അവർ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഫാം ഹൗസിൻ്റെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ മാറിയാണ് ഈ ഫാം ഹൗസ് ഉള്ളത് ശരിക്കും? ഇത് 15 കിലോമീറ്റർ മാറിയിട്ടാണ്. ഈ കിണർ ഇവിടെ മരുഭൂമിയിൽ നമ്മൾ അധികം അങ്ങനെ കിണറുകൾ കാണാനില്ലല്ലോ. കാണാറില്ല. പക്ഷേ ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ. ആ, വെള്ളം കറക്റ്റായിട്ട് കിട്ടാത്തൊരു ഏരിയ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ കിണർ ഇതിപ്പോൾ ഒന്നല്ല 3 കിണർ ഇവിടെ ഉണ്ട് ഇതുപോലെ. പക്ഷെ അതിനകത്തൊക്കെ വെള്ളമുണ്ടോ? എല്ലാത്തിനും വെള്ളമുണ്ട്. ഇപ്പോൾ 4 ഉണ്ടായിരുന്നു, 1 വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ 3 മാത്രമേ വർക്ക് ചെയ്യുന്നു. നമ്മളങ്ങനെ ഈ മരുഭൂമികളിലൊന്നും അധികം അങ്ങനെ കിണറുകളില്ലല്ലോ. അത് മാത്രമല്ല, ഇതിനകത്ത് വെള്ളം പറയുന്നത് ഉപ്പുവെള്ളമാണ്. പക്ഷേ ഇത് ഫിൽറ്റർ ചെയ്ത് അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് അതിൻ്റെ കെമിക്കലൊക്കെ ഇട്ട് ശുദ്ധീകരിച്ച് നല്ല പ്യൂർ നല്ല വെള്ളമാക്കി വരുന്നത്. ശരിക്കും ഒരു കൗതുക കാഴ്ച തന്നെ ഇതിനകത്ത് ഈ കിണറുള്ളത്. ഇത് എത്ര നാളുകൊണ്ട് ഇത് പിന്നെ കുഴിച്ചെടുത്ത് ഇതിങ്ങനെ റിങ് അടിച്ചേക്കില്ലേ, മൊത്തം പൊടിമണലായോണ്ട്? 3 അടി വീതിയുണ്ട്. 85 അടി താഴ്ചയുണ്ട്. 7 അടിയോടൊപ്പം വെള്ളം കിടക്കുന്നുണ്ട്. 7 അടിയോളം വെള്ളം കിടപ്പുണ്ട് ഇപ്പം. ഏകദേശം ഇത് പിന്നെ എത്ര നാളുകൊണ്ടായിരിക്കും ഒരു കിണറിൻ്റെ ഒക്കെ പണി ഇവിടെ പൂർത്തിയാവണമെങ്കിൽ ശരിക്കും? 3 മാസം കൊണ്ട് 3 മാസത്തിലും അടുത്ത് 3 പാകിസ്ഥാനികൾ ചെയ്ത കിണറിന്റെ വർക്ക് ചെയ്താണ്. ശരിക്കും മരുഭൂമിയിൽ ഈ കിണറെന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാനില്ല. ഇതൊരു വലിയ കൗതുകം തന്നെ. ഏകദേശം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യയോടെ എടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ ഇസാഖ് ഭായി ഉണ്ട്, സുലൈമാൻ ഭായി ഉണ്ട്, അതുപോലെ തന്നെ റഫീഖ ഉണ്ട് നമ്മുടെ കൂടെ. നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് മരുഭൂമി പ്രദേശമൊക്കെ ആകുമ്പോൾ വൈകിട്ട് സന്ധ്യ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ചൂടുള്ള സമയത്ത് നല്ല ചൂടായിരിക്കും, തണുപ്പ് സമയങ്ങളിൽ നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലേക്കാണ്.
അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കലുണ്ട്, ഇവിടെ മരുഭൂമിയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, പൊടിമണലാണ്, അപ്പം ഒട്ടകത്തിനെ വളർത്തുന്നത് എങ്ങനെയാണ്, നീ കാണലുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒന്നും അറിയത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ഡ്രമ്മിൽ ഉണ്ടാക്കിയ റൊട്ടിയും ചിക്കൻ കറിയുമാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. 2 രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ 3 ജില്ലകൾ, 2 സ്റ്റേറ്റിലുള്ള ഇത്രയും ആളുകൾ കൂടിയിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 രാജ്യങ്ങൾ, സുഡാനിലുള്ള ഒരാളുണ്ട്. അപ്പം അതിസന്തോഷമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിരിയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. സനൂഫർ ഭായി ഉണ്ട്, ബഷീർ ഭായി ഉണ്ട് നമ്മുടെ കൂടെ, തമിഴ്നാട്, ഒരാൾ കൊല്ലം, ഒരാൾ പത്തനംതിട്ട, അങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെ കൂടിയിരുന്നിട്ടുള്ളൊരു സന്തോഷത്തിൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം വൈകിയത് കൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ നിർത്താനും കൂടിയുള്ള സമയമായി. അപ്പോൾ യാത്ര പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിരിയാനുള്ളൊരു പരിപാടിയിലും തയ്യാറെടുപ്പുകളുമാണ്. അപ്പം അത്രയും നല്ല ആളുകളുടെ കൂടെ ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയത് ഒരു വലിയ സന്തോഷമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ മരുഭൂമിയിലെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മുതൽക്കൂട്ട്. അപ്പം തീർച്ചയായിട്ടും സ്നേഹത്തോടെ നിർത്തുന്നു. സിയാദ് റഹീം, മുള്ളൂർ നിരപ്പ്. ഓക്കെ, ബൈ ബൈ.